പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. കേന്ദ്ര ബജറ്റിലെ സംസ്ഥാനങ്ങളോടുള്ള അവഗണനയിൽ മുൻ ജനറൽ നരവേനയുടെ ഓർമ്മക്കുറിപ്പും ഇന്ത്യ-US വ്യാപാര കരാറും അടക്കമുള്ള വിഷയങ്ങൾ ലോക്സഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും ചൈനീസ് കടന്നുകയറ്റത്തിന് പരോക്ഷമായ അവസരമൊരുക്കിയത് കേന്ദ്ര പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരാണെന്ന വാദം സഭയിൽ ഇന്നും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുൻ മേജർ ജനറൽ മുകുന്ദ് നരവേനയുടെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഓർമ്മക്കുറിപ്പുകളിലെ പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി സഭയിൽ ആയുധമാക്കുന്നത്. അതിനു പുറമെ ഇന്ത്യൻ-US വ്യാപാര കരാറിൽ ധാരണയായെന്ന ട്രംപിന്റെ കുറിപ്പിലെ പരാമർശങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. ഇന്ത്യ-US മേൽ ചുമത്തുന്ന തീരുവ 0 കുറയ്ക്കുമെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളിൽ പ്രതിപക്ഷം വിശദീകരണം ആവശ്യപ്പെടും. മോദി പൂർണ്ണമായും ട്രംപിന് കീഴടങ്ങിയെന്നാണ് കോൺഗ്രസ് വിമർശിച്ചത്. ഇന്നലെ ഭരണ-പ്രതിപക്ഷ പോരിനെ തുടർന്ന് സഭ 3 തവണ നിർത്തിവെച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ എന്നിവരും തമ്മിലുള്ള വാക്പോര് 1 മണിക്കൂറിലധികമാണ് നീണ്ടത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. എന്നും സഭ പ്രക്ഷുബ്ധമാവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര ബജറ്റിലെ സംസ്ഥാനങ്ങളോടുള്ള അവഗണനയും മുൻ ജനറൽ നരവേനയുടെ ഓർമ്മക്കുറിപ്പും ഇന്ത്യ-US വ്യാപാര കരാറും അടക്കമുള്ള വിഷയങ്ങൾ ലോക്സഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കമുള്ളത്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്ന സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും ചൈനീസ് കടന്നുകയറ്റത്തിന് പരോക്ഷമായ അവസരമൊരുക്കിയത് കേന്ദ്ര പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരാണെന്ന വാദം സഭയിൽ ഇന്നും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുൻ മേജർ ജനറൽ മുകുന്ദ് നരവേനയുടെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഓർമ്മക്കുറിപ്പുകളിലെ പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി സഭയിൽ ആയുധമാക്കുന്നത്. അതിനു പുറമെ ഇന്ത്യ-US വ്യാപാര കരാറിൽ ധാരണയായെന്ന ട്രംപിന്റെ കുറിപ്പിലെ പരാമർശങ്ങളും പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. ഇന്ത്യ-US മേൽ ചുമത്തുന്ന തീരുവ 0 കുറയ്ക്കുമെന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളിൽ പ്രതിപക്ഷം വിശദീകരണം ആവശ്യപ്പെടും. മോദി പൂർണ്ണമായും ട്രംപിന് കീഴടങ്ങി എന്നതാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം. ഇന്നലെ ഭരണ-പ്രതിപക്ഷ പോരിനെ തുടർന്ന് സഭ 3 തവണയാണ് നിർത്തിവെച്ചത്. രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത് ഷാ എന്നിവരും തമ്മിലുള്ള വാക്പോര് 1 മണിക്കൂറിലധികമാണ് നീണ്ടത്.